നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വാർത്തകൾ ഒഴുകുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് PV അൻവർ രാജിവെച്ച സീറ്റിലേക്ക് നിലമ്പൂർ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തി മറ്റൊരു നേതാവിനെ സാരഥിയാക്കാൻ തയ്യാറെടുക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്നു കേട്ടപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി M സ്വരാജിന്റെയും ഷറഫ് അലിയുടെയും പേരുകളാണ് കേട്ടത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തുവിട്ടാൽ മതി എന്ന കടുത്ത നിലപാടിലാണ് ഇടതുപക്ഷം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്നത് ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്നു. ഇക്കുറിയും ആ പരീക്ഷണത്തിന് മുതിരാനും തങ്ങൾ തയ്യാറാണ് എന്ന ഒരു ആശയവും ഇതിനിടയിൽ പലകുറി രംഗത്ത് വന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കാൻ താല്പര്യമുണ്ടായിരുന്ന ജോയിയെ ഒഴിവാക്കിക്കൊണ്ട് അൻവറിന്റെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പ്രഖ്യാപിക്കും എന്ന തരത്തിലുള്ള അവസാനഘട്ട ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവന്നു. എന്നാൽ ഇതിനെതിരെ PV അൻവറിന്റെ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥി ആരാണെങ്കിലും PV അൻവർ അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം രണ്ട് മുന്നണികൾക്കും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. പിണറായി സർക്കാർ ഭരണപരാജയമാണ് എന്നും കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം ഇടതുപക്ഷത്തിന് അനുകൂലമായ പിണറായിയുടെ ഭരണപരാജയം എന്ന UDFന്റെ വാദങ്ങളൊക്കെ അതോടെ പൊളിയും. എന്നാൽ ഇപ്പോൾ PV അൻവർ കൃത്യസമയത്ത് ശക്തമായ വിലപേശലുമായി UDF നേതൃത്വത്തെ ആകെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് അവസാനമായി പുറത്തു വരുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ തന്റെ UDFിലേക്കുള്ള പ്രവേശനത്തിന്റെ കാര്യങ്ങളൊക്കെ തീർപ്പ് കൽപ്പിച്ചില്ല എങ്കിൽ അൻവർ ഇടയുമെന്ന കാര്യം ഉറപ്പാണ്. അൻവറും അൻവറിന്റെ കൂടെയുള്ള അനുയായികളും ഇതിന്റെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. താൻ രാജിവെച്ച് പുറത്തു പോയത് കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പിണറായിക്കെതിരെ ഒരു പ്രവർത്തനം നടത്താനും വോട്ട് കുറച്ച് അധികാരം പിടിക്കാനുള്ള UDFന്റെ സാധ്യതകളെ കൂട്ടാനും കഴിഞ്ഞു എന്നാണ് അൻവറിന്റെ വാദം. കഴിഞ്ഞ ദിവസം VD സതീശൻ അൻവർ ഞങ്ങളോടൊപ്പമുണ്ട് എന്നും അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയായിരിക്കും നിലമ്പൂരിലെ അധികാരം പിടിച്ചെടുക്കുന്നത് എന്നും പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതേ സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുന്നതിലുള്ള തന്റെ എതിർപ്പ് വീണ്ടും അൻവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രത്യക്ഷമായി പറഞ്ഞില്ല എങ്കിലും നിലമ്പൂരിലെ തന്നെ സ്ഥിരതാമസക്കാരായ 2 പേരെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നുണ്ടെന്നും അതിൽ ഓരോരുത്തരുടെയും വിജയ സാധ്യത എന്താണെന്ന് വിലയിരുത്തേണ്ടത് കോൺഗ്രസ് തന്നെയാണ് എന്നും അൻവർ പറഞ്ഞു. അവിടെ ഓരോ സ്ഥാനാർത്ഥികളോടുമുള്ള ജനങ്ങളുടെ സമീപനം എന്താണ് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി അറിയുന്നതാണെന്നും അത് കോൺഗ്രസ് നേതൃത്വത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് എന്നും അൻവർ ആവർത്തിച്ചു. കോൺഗ്രസ് നേതൃത്വത്തെ ആകെ അൻവറിന്റെ ഭീഷണി വെട്ടിലാക്കിയിരിക്കുകയാണ്. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട അവസ്ഥയിലായി ഇപ്പോൾ സതീശനും കൂട്ടരും. ഇനി തിരഞ്ഞെടുപ്പിൽ വലതുപക്ഷം അൻവറിന്റെ സഹായത്തോടെ ജയിക്കുക കൂടി ചെയ്താൽ അൻവറിന്റെ ആവശ്യങ്ങൾ പിന്നെയും കൂടും. ഇനി എങ്ങാനും ചക്ക വീണു മുയൽ ചത്തതുപോലെ കോൺഗ്രസ് പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരള മുഖ്യനാകണം എന്ന ആവശ്യം തന്നെയാകും അൻവർ മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യവും സംശയമില്ല. വലിയ കാര്യത്തിൽ പിടിച്ചു കൂടെ നിർത്തിയിട്ട് ഇതിപ്പോ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിൽ പെട്ടുകിടക്കുകയാണ് കോൺഗ്രസ്. അൻവർ കോൺഗ്രസിനൊരു വാരിക്കുഴി ആകാതിരുന്നാൽ കൊള്ളാം.